കെ എം അഷ്റഫ് ഇപ്പോൾ ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ അഷ്റഫ്, ഇപ്പോൾ താങ്കൾ ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് സംഭവിച്ചത്? എന്താണ് താങ്കളുടെ നിലപാട്? ഞാൻ പ്രതിഷേധത്തിലല്ല. നിങ്ങൾ പറയുന്നത് എനിക്ക് കേട്ടു കെ എം അഷ്റഫ് പ്രതിഷേധത്തിലാണെന്ന്. ഞാൻ പ്രതിഷേധത്തിലല്ല. എന്നെ മത്സരിക്കാൻ പറഞ്ഞത് പാർട്ടിയാണ്, ഇന്ന് പിൻവലിക്കാൻ പറയുന്നത് പാർട്ടിയാണ്. അതിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ പിൻവലിക്കുന്നതിനെ പറ്റി എനിക്ക് അങ്ങനെ ഒരു എതിർ അഭിപ്രായമില്ല. അഷ്റഫ് ബഡാജെ എന്ന പേരിൽ മത്സരിച്ച കക്ഷിയാണ് ഇത്തവണ കെ എം അഷ്റഫ് എന്ന് പറഞ്ഞിട്ട് കെ എം അഷ്റഫ് എന്ന് പറഞ്ഞിട്ട് മത്സര രംഗത്ത് വരുന്നത്. അതെന്തിനത്? അത് ആളുകൾ സംശയിക്കുമല്ലോ. അഷ്റഫ് ബഡാജെ പൊടുന്നനെ 2 മാസം കഴിയുമ്പോഴേക്ക് കെ എം അഷ്റഫായിട്ട് മാറുകയാണ്. അങ്ങേര് മത്സരിക്കുകയാണ്, വലിയ തോതിൽ പ്രചാരണം നടത്തുന്നു. അപ്പോൾ അത് വോട്ട് കട്ടറാണ്. സുരേന്ദ്രന് വേണ്ടി വോട്ട് കട്ട് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയാണ് ഇവന്മാർ നടത്തുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടായിരിക്കും മീഡിയ വണ്ണിന് ഇങ്ങനെ 24/7 UDF-ന് വേണ്ടി PR വർക്ക് എടുക്കേണ്ടി വരുന്നത്? അത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, വെൽഫെയർ പാർട്ടി പൂർണ്ണമായും UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പിന്തുണ പ്രഖ്യാപിച്ച ആ ഒരു തീരുമാനം ശരിയാകണമെങ്കിൽ UDF വിജയിക്കണം. അങ്ങനെ UDF-നെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് മീഡിയ വൺ ഇങ്ങനെ അടിമപ്പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറച്ചെങ്കിലും രാഷ്ട്രീയ ധാർമ്മികതയും സത്യസന്ധതയും പുലർത്തിയിരുന്ന മീഡിയ വൺ എന്തുകൊണ്ടാണ് SDP-യുടെ മേൽ ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ പറയുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വലിയ വിവാദങ്ങൾ, സോഷ്യൽ മീഡിയ ബഹളങ്ങൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ എന്ത് കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും SDP-ക്ക് നിയമത്തെ സ്ഥാനാർത്ഥി ഇല്ലല്ലോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അവിടെ നിയമത്തെ സ്ഥാനാർത്ഥി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശിവണ്ണനാണല്ലോ, ശിവൻകുട്ടിയാണല്ലോ അവിടെ ജയിക്കാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വോട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്ന് ആ ഒരു രാഷ്ട്രീയ ബോധ്യത്തിന് പുറത്തായിരിക്കും. അതേ സംഗതിയിലുള്ള അഷ്റഫ് ബഡാജെ എന്ന പേരിൽ മത്സരിച്ചു എന്ന് മീഡിയ വണ്ണിലെ ദാവൂദും മീഡിയ വണ്ണും കള്ളം പറയുന്ന അഷ്റഫ് KM-ന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ആ വാർഡിൽ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ഉണ്ടാവും. ആ വാർഡിൽ എന്റെ പേര് എങ്ങനെയാണ് ആ ഇലക്ഷനിൽ ഞാൻ നോമിനേഷൻ കൊടുത്തത് എന്ന് ഒന്നും കൂടി എന്റെ പ്രിയപ്പെട്ട മാധ്യമങ്ങൾ, ഇതിൽ ചിലപ്പോൾ മീഡിയ വൺ ഉണ്ടാ, UDF-ന് വേണ്ടി PR വർക്ക് ചെയ്ത മീഡിയ വൺ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടി മനസ്സിലാക്കി അത് സത്യമെന്തെന്ന് ജനങ്ങളോട് വിളിച്ച് പറയണം. അല്ലാതെ മീഡിയ വണ്ണാണ് എന്നെ അപരനാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അത് കൃത്യമായി അതൊന്ന് സത്യം പറയണം. കാരണം ഒരാളെ വെറുതെ വ്യക്തിഹത്യ ചെയ്തിട്ട് എന്തെങ്കിലും റേറ്റിംഗിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പറയാം. അങ്ങനെ മീഡിയ വണ്ണിലെ സി ദാവൂദും ജെയിംസും കൂടി SDP-യെ പിരിച്ചുവിട്ടു. ഇനി SDP-യെ ഇല്ല. ഗോ ടു യുവർ ക്ലാസസ്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് തന്നെയല്ലേ? SDP എന്ന പാർട്ടി അവരുടെ രാഷ്ട്രീയ അസ്തിത്വം ഇന്നലെ കളഞ്ഞു കുളിച്ചു. അതായത് അവരുടെ വൈസ് പ്രസിഡന്റ് പറയുകയാണ് ഇത് വർഗീയ കളിയാണ്, BJP-യുടെ കൂടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് തന്നെയല്ലേ? മാറിയിട്ടില്ലല്ലോ. പിന്നെന്ത് പാർട്ടി? നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞു BJP-യുടെ കൂടെ ഒക്കെ ചങ്ങാതിമാരായിട്ട് രാത്രിയുടെ മറവിൽ ഡീലുണ്ടാക്കിയ ആളുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി SDP ഇല്ല. ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ഒരു 24 മണിക്കൂറുണ്ട്, 12 മണിക്കൂറുള്ളിൽ അയാളെ പുറത്താക്കുക വേണ്ടത്. പക്ഷേ അതൊന്നും ചെയ്യാൻ ശേഷിയില്ലാതെ അവരുടെ സംസ്ഥാന അങ്ങനെ പറഞ്ഞ നേതാവിനെയും പേറിക്കൊണ്ട് കാസർഗോഡ് പോയി മീറ്റിംഗ് നടത്തി എങ്ങനെങ്കിലും ബഡാജെ പിൻവലിപ്പിക്കാനാണ് ഇന്ന് ശ്രമിച്ചത്. ഇനി മുതൽ SDP സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച്, കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച്, അതിനുശേഷം മീഡിയ വണ്ണിലെ നിഷാദ് റാവുത്തറയും കൂടെ അംഗീകരിപ്പിച്ചിട്ട് വേണം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുവാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരിക്കലും നിഷാദ് റാവുത്തർ അത് സമ്മതിച്ചു തരില്ല. പക്ഷേ അവിടെ കൊണ്ട് തീരുന്നില്ല കാര്യങ്ങൾ. SDP-ഐ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സത്യത്തിൽ അവരുടെ ഒരു സംഘടന എന്ന നിലയ്ക്കുള്ള പവർ ഷോക്കേസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണോ, അതോ അതിനപ്പുറം മറ്റേതെങ്കിലും ഒരു മുന്നണിക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന കേവലം ബ്രോക്കറേജ് മാത്രമായിട്ട് അവരുടെ ഈ പരിപാടി മാറുന്നുണ്ടോ? അങ്ങനെ വലിയ വിമർശനം അവർക്കിടയിൽ ഉണ്ടല്ലോ. സോ ആ വിമർശനത്തെ നമ്മൾ പരിശോധിക്കാം എന്ന് വിചാരിക്കുന്നു. ഇനി അതായത് SDP-ഐ ഫീൽഡ് ചെയ്തിരിക്കുന്ന സ്ഥാനാർത്ഥികൾ മഞ്ചേശ്വരത്തെ മാറ്റി നിർത്തിയാലും ആരെ സഹായിക്കുന്നതിനാണ്, ആർക്കൊപ്പം നിൽക്കുന്നതിനാണ്, ആരുടെ വിജയം ഉറപ്പാക്കുന്നതിനാണ്, ആരുടെ തോൽവി ഉറപ്പാക്കുന്നതിനാണ്? ഇതുകൊണ്ട് SDP-ക്കുള്ള ഗുണമെന്താണ്? വാർത്തകളെ വസ്തുനിഷ്ഠമായും യാഥാർത്ഥ്യബോധത്തോടെയും കൂടി മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന നല്ല മാധ്യമ പ്രവർത്തകരും നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഡീലിന് വഴങ്ങുന്ന ഒരു പാർട്ടിയാണോ SDP? അവർക്ക് വളരെ കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ട്. സ്ട്രാറ്റജിക് വോട്ടിങ്ങിന്റെ അത് അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവർക്കിപ്പോൾ ഞാൻ ഉദാഹരണം പറയാണ്. ഇപ്പൊ നേമത്ത്
SDPIക്ക് കുറെ പ്രവർത്തകരുണ്ട് അവിടെ, ലീഗും ഉണ്ട്, SDP ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അവർ ജയിക്കാൻ സാധ്യതയുള്ള, BJP ജയിക്കും എന്നുള്ളൊരു മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് അവർ വോട്ട് ചെയ്യുള്ളൂ. അവരുടെ വോട്ട് LDFനും UDFനായി സ്പ്ലിറ്റ് ചെയ്ത് പോകില്ല. അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിക്ക് വോട്ടിങ് അവർ ഓരോ മണ്ഡലത്തിലും ഒരു പക്ഷെ പരീക്ഷിച്ചത് വരും. അതൊരു ഡീലിന്റെ ഭാഗമല്ല. അത് എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ ലാർജർ ആയ ലക്ഷ്യം എന്നത് BJPയെ പരാജയപ്പെടുത്തുക, BJP ജയിക്കാതിരിക്കുക എന്ന് തന്നെയാണ്. അവിടെ AK മഷ്റഫിനെ വളരെ ശക്തമായ എതിർപ്പാണ് അവർക്ക്. ചെരിപ്പൂരി അടിക്കുമെന്നാണ് AK മഷ്റഫ് ഈ പറയുന്ന SDPയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അഷ്റഫിനെ തോൽപ്പിക്കാനായിട്ട് ഇനി കച്ചമുറുക്കി അവർ ഇറങ്ങുമെന്നല്ല കരുതേണ്ടത്. കാരണം ഇവിടെ അതൊരു കേഡർ സ്വഭാവമുള്ളതാണ്. ഘടനയിൽ മാത്രമല്ല കേഡർ സ്വഭാവമുള്ളത്, രാഷ്ട്രീയ ഘടനയിലും കേഡർ സ്വഭാവമുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ കേന്ദ്ര നേതൃത്വം എന്ത് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും പോവുക. അതുകൊണ്ട് ഈ നിന്നതിനും ഒരു രാഷ്ട്രീയമുണ്ട്, പിൻവാങ്ങലിനും ഒരു രാഷ്ട്രീയമുണ്ട്. അത് SDPയുടെ വിലപേശൽ രാഷ്ട്രീയമാണ്. മാത്രമല്ല SDPക്ക് അത്യാവശ്യം സ്വാധീനമുള്ള നിയോജക മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം. ഏതായാലും സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരിക്കുന്നു. അത് പിൻവലിപ്പിച്ചത് നമുക്കറിയാം. പണക്കാട് തറവാട്ടിൽ നിന്നടക്കം ഇടപെടലുകൾ ഉണ്ടായി. തങ്ങളടക്കം ഇടപെട്ടു. UDF ഒന്നടങ്കം ആവശ്യപ്പെടുന്നു. മതനേതൃത്വം ഇടപെടൽ നടത്തിയിട്ടാണ് ആ പിൻവലിക്കൽ ഉണ്ടായിരിക്കുന്നത്. മഞ്ചേശ്വരം പതിവ് വഴിയിൽ തന്നെയാണ് എന്നാണോ S വിജയകുമാർ കരുതുന്നത്? ലക്ഷ്മി, മത്സരിക്കുന്നതിൽ SDPI മത്സരിക്കുന്നതിലും പിൻവലിക്കുന്നതിലും ഒരു ഡീൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. 2-3 സംഗതികളുണ്ട് അതിൽ. ഒന്ന്, മഞ്ചേശ്വരത്ത് SDPI മത്സരിക്കാൻ തീരുമാനിക്കുന്നതിന് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട്. മഞ്ചേശ്വരത്ത് SDPയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളി മുസ്ലിം ലീഗാണ്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ SDPI തടുത്തുകൂട്ടിയ ഒരു മുന്നണിയും പഞ്ചായത്ത് അവിടുത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. ലീഗിനെതിരെ വലിയ ഫൈറ്റ് നടത്തിയിരുന്നു. ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ലീഗിന്റെ വോട്ട് ഭിന്നിപ്പിച്ച് SDPI സംഘടന കെട്ടിപ്പടുക്കുകയായിരുന്നു. SDPയെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരത്ത് വളരണമെങ്കിൽ മുസ്ലിം ലീഗിനെ ദുർബലമാക്കണമായിരുന്നു. 2020 ശേഷം പിന്നീട് AK മഷ്റഫ് മുസ്ലിം ലീഗിന്റെ MLA ആയി വരുന്നു. SDPയും ഇപ്പോൾ ഈ അഷ്റഫ്, SDPയിലെ അഷ്റഫും ലീഗിലെ MLA ആയ അഷ്റഫും തമ്മിലായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. അതിൽ SDPI തകർന്ന് തരിപ്പണമാകുന്നു. പിന്നീട് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ SDPIക്ക് അവിടെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നു. അങ്ങനെ SDPയെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് ഏതാണ്ട് ഓടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രാഷ്ട്രീയ അർത്ഥത്തിൽ ആ പ്രയോഗം ശരിയായിരിക്കില്ല, പക്ഷേ എങ്കിലും അതിന് അവരുടെ സ്വാധീനം കുറച്ചു എന്ന് പറയാം. അങ്ങനെ SDPI മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗുമായി അടിച്ചു നിൽക്കുന്ന, ഫൈറ്റ് ചെയ്തു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. AK മഷ്റഫ് മത്സരിക്കുകയാണെങ്കിൽ അവിടെ SDPI മത്സരിക്കാൻ തീരുമാനിച്ചത് ഈ അഷ്റഫ് തന്നെ, AK അഷ്റഫ് അല്ലേ, K മഷ്റഫ് മത്സരിക്കാൻ തീരുമാനിച്ചത് വ്യക്തിപരമായി AK മഷ്റഫിന് കൊടുത്ത ഫൈറ്റ് തന്നെയാണ്. അതിൽ BJPയുടെയോ CPMന്റെയോ കോൺഗ്രസിന്റെയോ ഒന്നും ഒരു ഇടപെടലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത് കേവലം അവിടെ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു. ലീഗിനെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ലീഗുമായി ഏറ്റുമുട്ടാനോ SDPയെ സംബന്ധിച്ചിടത്തോളം അവിടെ SDPIക്ക് അവരുടെ സ്പേസ് ഉറപ്പിക്കണമെങ്കിൽ ദുർബലമാകേണ്ടത് ലീഗാണ്. ആ നിലയിൽ ലീഗുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ കിട്ടിയ ഒരു അവസരം എന്ന നിലയിൽ തന്നെയാണ് അവിടെ SDPI മത്സരിച്ചത്. ഇത് അവിടുത്തെ SDPI പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാടാണ് ഞാൻ പറയുന്നത്. പക്ഷേ SDPI സംസ്ഥാന ഘടകം അവിടെ പ്രതിസന്ധിയിലായത്, അവർ തൃശങ്കുവിലായത് ഇതൊരു ഡീലാണ് എന്ന് ആ നേതൃത്വത്തിന് മേൽ വലിയ ഒരു ആരോപണമുണ്ടായി. അങ്ങനെയാണെങ്കിൽ SDPയുടെ പാർട്ടിയുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യല്ലേ? BJPക്ക് ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നു എന്നൊരു പേര് SDPക്ക് മേലുണ്ടായ പിന്നെ പാർട്ടി ഇല്ലല്ലോ, അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളി. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കേട്ടല്ലോ, BJPയെ തോൽപ്പിക്കാൻ BJPയുമായി BJP ഇല്ലാത്ത മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ മതി SDPI എങ്കിൽ നമ്മൾ വല്ല ബംഗ്ലാദേശിലും പോയി മത്സരിച്ചാൽ മതി വേണ്ടേ എന്ന് ഈ അഷ്റഫ് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. അപ്പോൾ ആ നിലയിൽ ഈ സംസ്ഥാന ഘടകത്തിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടായി. സംസ്ഥാന ഘടകം പ്രാദേശിക ഘടകത്തോട് നിങ്ങൾ പിന്മാറാൻ പറഞ്ഞു. പറ്റില്ല എന്ന നിലപാട് പ്രാദേശിക ഘടകം എടുത്തു. അതല്ല, ഇത് പിന്മാറിയേ പറ്റൂ, നമ്മളില്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഒടുവിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ പ്രാദേശിക ഘടകം പിന്മാറി. അഷ്റഫ് പാർട്ടിയിലെ ഭാരവാഹിത്വം ഒഴിഞ്ഞ് പോയി. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് അവിടെ ഈ പുത്തികെ പഞ്ചായത്തൊക്കെ നമുക്കറിയാം, അവിടെ ഈ SDPയുടെ രാഷ്ട്രീയ പരീക്ഷണം കണ്ട ഈ അത്യുത്തര കേരളമായതുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ അത്രത്തോളം അതിലേക്ക് പോയിട്ടുണ്ടാവില്ല. ഈ പുത്തിക അടക്കമുള്ള പല പഞ്ചായത്തിലും ഈ പറയുന്ന പ്രാദേശിക SDPI പരീക്ഷണം ഫലം കണ്ടതാണ് 2020. അവരുടെ പ്രധാന എതിരാളി AK മഷ്റഫ് ആയിരുന്നു. AK മഷ്റഫ് MLA ആയതിനു ശേഷം അവിടെ സംഭവിച്ചത് ഈ SDPI നേതൃത്വത്തിലുണ്ടായിരുന്ന സംവിധാനങ്ങളെ തച്ചുടച്ച് മുന്നോട്ട് പോവുകയായിരുന്നു.